ഓല 5 വർഷം സ്നേഹത്തിലായിരുന്നു. അവിടുന്ന് ഓല് രണ്ടാളും അവനറിയാതെ ഓല് ഒളിച്ചോടി പോയതാണ്. അന്നേരം ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് നമ്മളെ കൂടെ ഓലെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ. ഹായ്, നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയത്തിന് ഇരയാകേണ്ടി വന്ന പെൺകുട്ടിയാണ് ഷിബില പ്രണയവിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആള് കല്യാണം കഴിച്ച് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 വയസ്സായിട്ടുള്ള ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. ഈ പെൺകുഞ്ഞിന്റെ മുന്നിലിട്ടാണ് ഈ യാസിർ എന്ന് പറയുന്ന നരഭോജി ആ പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ യാസിർ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് വീട്ടുകാരുടെ നിർബന്ധമൊന്നും കൂടാതെ കല്യാണം കഴിച്ചതാണ്. അതിനുശേഷം യാസിർ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഇടയിൽ വഴക്കുണ്ടാകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 2 മാസം മുന്നേ നടന്നൊരു സംഭവം ഓർമ്മയുണ്ടായിരിക്കും. ഒരു ആഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം. ആ ഒരു വ്യക്തിയായിട്ടാണ് ഈ യാസിറിന് കൂട്ട്. ഇവർ രണ്ടൊരു ഉറ്റ ചങ്ങാതിമാരാണ്. അപ്പം ഈ ചങ്ങാതിമാർക്കിടയിൽ ഒന്നും ഇല്ല, അത്രയ്ക്കും ബെസ്റ്റ് കൂട്ടുകാരാണ് ഇവരൊക്കെ. അപ്പം ഇതറിഞ്ഞതും ഈ ഷിബിലയ്ക്ക് ദേഷ്യം വന്നു. ഷിബില അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയില്ല. സംസാരിക്കുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് അവർക്ക് അത് വഴക്കായിട്ട് തോന്നും. കുറെ നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഈ ഷിബിലയോടുള്ള പ്രണയം എന്ന് പറയുന്നത് ലോട്ടായി. ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയ മുതലാണ്. അതും നല്ല ബെസ്റ്റ് കൂട്ടാണ്. ആലോചിച്ച് നോക്കുക, സ്വന്തം ഉമ്മയെ നിഷ്ഠൂരമായിട്ട് കൊന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയാൾക്ക് കൂട്ട്, യാസിർ എന്ന് പറയുന്ന ആൾക്ക് കൂട്ട്. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയായിട്ട് വഴക്കുണ്ടായി. അവസാനം പെൺകുട്ടി പേടിച്ചായിട്ടാണ് അവൾ പലതവണ കൊല്ലും എന്നുള്ളൊരു ഭീഷണി മുഴക്കുകയുണ്ടായി. പിന്നെ അവൾ നേരെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് വന്ന് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരുന്നാലും മാതാപിതാക്കൾ നമ്മളെ കയറ്റും. മാതാപിതാക്കൾ സ്വന്തം മക്കളെ കൈവിടത്തില്ല, അവർ വീട്ടിലേക്ക് കയറ്റും. അത് കഴിഞ്ഞിട്ട് ഇവളുടെ കുഞ്ഞിന്റെ ഡ്രസ്സ് ചോദിക്കാണ്ടായി. ഷിബില ഡ്രസ്സ് വിളിച്ച് കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. പിന്നെ അത് ചോദിച്ചതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഡ്രസ്സ് എടുത്ത് കത്തിച്ച് കളഞ്ഞ പോരാഞ്ഞിട്ട് അത് സ്റ്റോറിയായിട്ട് സ്റ്റാറ്റസ് ഇട്ടേക്കാണ് ഇവർ കാണാൻ വേണ്ടിയിട്ട്. എന്ത് മഹാപാപം എന്ന് ആലോചിക്കുക. സ്വന്തം കുഞ്ഞിന്റെ ഡ്രസ്സ് അത്രയ്ക്ക് ലഹരിക്ക് അടിമയായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു യാസിർ എന്ന് പറയുന്ന വ്യക്തി. ഒരു ബോധവും പൊക്കണവും ഇല്ലാണ്ടാണ് അയാൾ ഇത്രയും നാൾ ഇരിക്കുന്നത്. പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ പ്രസവമൊക്കെ എടുത്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത്. കുട്ടിയായി ഞാൻ 6 മാസമായാലാണ് ഓല 2 വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച്. അപ്പോൾ രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഓല് നമ്മളെ വീട്ടിൽ വന്ന് ഓലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസം, 1 മാസം മുന്നേ ഒരു 2 എന്തോ ദീനം. കൂടാതെ ഈ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലാനായിട്ട് പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നു യാസിർ, പക്ഷെ പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഷിബിലയുടെ അച്ഛൻ എന്തായാലും പേടിയുണ്ട്. കാരണം ഇനി അവൾ അങ്ങോട്ട് വിട്ടാൽ അവളെ ജീവനോട് കിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ മയക്കുമരുന്നിലേക്ക് അടിമയാണ്. അതുകൊണ്ട് ഒരു അച്ഛനമ്മമാരും വിടത്തില്ല അങ്ങോട്ട്. അങ്ങനെയാണ് ഇവ ഈ പക തീർക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് വന്നത്. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും അതിന്റെ ഒരു രീതിയിലായിരിക്കുമല്ലോ. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ ഇതുപോലെ കൊല്ലുകയുണ്ടായത്. പിടിക്കാൻ പോയ അച്ഛനും ഒക്കെ കുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഷിബിലയുടെ കഴുത്തിലാണ് കുത്ത് കിട്ടിയത്. ആ ഒരു കുത്തിലാണ് ആ പെൺകുട്ടി മരിച്ചത്. അതും സ്വന്തം ആ കുഞ്ഞിനെ കണ്ടിട്ട് പോലും അയാൾക്കൊരു ബോധമില്ല. അല്ലെങ്കിൽ അയാൾ ഈ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഇതിന് മുന്നേ ഒന്നെങ്കിൽ 2-3 ദിവസത്തിന് മുന്നേയൊക്കെ ഉപയോഗിച്ച സംഭവങ്ങളായിരിക്കും ഈ ശരീരത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ പിഞ്ച് കുഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേരത്ത് ഇയാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇയാൾ നരഭോജി തന്നെയാണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ കോടതിയോട്, ഒന്നുകിൽ ഈ സൗദി അറേബ്യയിലെ ശിക്ഷാ നിയമം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഈ കൊലകുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം അഫാനെ തന്നെ 5 പേരെ കൊന്നിട്ടുണ്ട്. അയാൾക്കൊരു കുറ്റബോധമില്ല. അയാൾ നല്ല ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. സ്വന്തം സഹോദരനെ കൊന്നു, പ്രേമിച്ച് പെണ്ണിനെ കൊന്നു. അങ്ങനെ 5 പേരായിട്ട് അയാൾ കൊന്നിട്ടുണ്ട്. അയാൾ ഇപ്പോഴും തെളിവെടുപ്പെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കണം. ഇതേപോലെ തന്നെയാണ് അതും. പക്ഷെ അയാളന്ന് ലഹരി ഉപയോഗിച്ചിട്ടില്ല, മദ്യപിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾ ലഹരിക്ക് അടിമയല്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി ബോധം മനസ്സിലായാൽ അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാസിർ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇറക്കി വിടാണ്ടിരിക്കുക. പുറത്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം. ഇങ്ങനെയുള്ള നരഭോജികളെ പുറത്തേക്ക് വിടാണ്ട് ശ്രദ്ധിക്കുക. കാരണം കുറേ ദിവസം ചെന്താമരി ജാമ്യത്തിൽ ഇറക്കി എന്നൊക്കെ പറയുന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പുറത്ത് വിടാതിരിക്കുക. ഒക്കെ അങ്ങ് അകത്ത് തന്നെ കിടക്കണം. 4 ചുവരുകൾക്കുള്ളിൽ തന്നെ കിടക്കുക. പിഞ്ചു കുഞ്ഞിന് ആരും ഇല്ലാണ്ടായില്ലേ. എത്രയാണെങ്കിലും പ്രേമിക്കുന്നതൊക്കെ ശരിയാണ്. എല്ലാവരുടെയും ഒന്ന് പ്രേമിക്കുന്ന സമയത്ത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ കാണുമ്പോൾ നല്ല ടിപ് ടോപ്പ് ഒക്കെ ആയിരിക്കും, കാണുമ്പോൾ ഇഷ്ടപ്പെടും. പെൺപിള്ളേരെ വട്ടം കറക്കിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇവരുടെ മനസ്സിനുള്ളിലേക്ക് കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരണം. കാരണം എത്ര കള്ളത്തരം കൊണ്ട് മൂടി വെച്ചാൽ അത് ഒരു നാൾ പുറത്തു വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രണയം എന്ന് വിചാരിച്ചിട്ട് കണ്ട പാടെ അങ്ങ് ഇറങ്ങി പോകരുത്. ഇത് അങ്ങനെയല്ല, മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വെട്ടുന്ന തുണ്ടിലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നില്ല. ഒരു കുഞ്ഞുണ്ട്, ഞാൻ കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മനസ്സ് വരുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് നടക്കുന്നത്.